മാൾട്ടയിൽ എങ്ങനെ ഒരു നേഴ്സ് ആവാം എന്ന് ആഗ്രഹിച്ച് കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എഡ്യു ഗ്രൂപ്പുകളുടെ CEO ആയിട്ടുള്ള ബോണി മാനുവലാണ്. ആളോട് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാം. 2026-ൽ മാൾട്ട നഴ്സിംഗ് ജോബ്സിന് ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്? മാൾട്ടയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള BSc നേഴ്സസിനും GNM നേഴ്സസിനും അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ സാധിക്കും. പക്ഷേ അവർ അവിടെ ചെന്നിട്ട് ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു ചെറിയ പ്രോഗ്രാമാണ്. അത് IELTS ഓവറോൾ 6 ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യാം. അതുപോലെ തന്നെ OET ആണെന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങിന് Bയും ബാക്കി എല്ലാ മോഡ്യൂളിനും C+ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. മാൾട്ട നഴ്സിംഗ് എക്സ്പീരിയൻസ്ഡ് ആയ നഴ്സസിന് മാത്രമാണോ? എക്സ്പീരിയൻസ് വേണമെന്നില്ല. നമ്മളുടെ ഇവിടുത്തെ GNM നേഴ്സസിനായാലും BSc നേഴ്സസിന് ഫ്രഷേഴ്സ് ആയാലും അവർക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാം. ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ അവരൊരു യൂറോപ്യൻ നേഴ്സായിട്ട് മാറണേ. കാരണം മാൾട്ട ഒരു ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ മാൾട്ടയിൽ നേഴ്സായി കഴിഞ്ഞാൽ അവർക്ക് പല ഡോസ് ഓപ്പൺ ആവണതാണ്. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ UK പോകാം. അതുപോലെ തന്നെ മാൾട്ടയിൽ തന്നെ വേണമെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറാം. ഇനി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ വഴി ഈ പ്രോഗ്രാം ചെയ്യുന്ന ഏതൊരു നഴ്സിനും അത് പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. മാൾട്ട ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിലൂടെ നഴ്സസിന് ജോബ് കിട്ടാൻ എളുപ്പമാണോ? ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കമ്പൽസറി ആണ്. ഏതൊരു നഴ്സിനും രജിസ്റ്റേർഡ് നഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ മാൾട്ട ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യണം. ഇതൊരു 6 to 8 months പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 6 to 8 lakhs ഇതിന് കോഴ്സിന് ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. മാൾട്ട നഴ്സിംഗ് രജിസ്ട്രേഷന് OET ആക്സെപ്റ്റഡ് ആണോ? OET ആക്സെപ്റ്റഡ് ആണ്. IELTS ആക്സെപ്റ്റഡ് ആണ്. OET ആണെങ്കിൽ സ്പീക്കിങ്ങിന് Bയും ബാക്കി എല്ലാ മോഡ്യൂൾസിനും C+ മതി. ഇനി IELTS ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ 6 വേണം. പക്ഷെ നോ ബാൻ ലെസ് ദാൻ 5.5 ആയിരിക്കണം. ഈ പാത്വേ ത്രൂ ജോബ് കിട്ടാൻ എളുപ്പമാണോ അതോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ പാത്വേയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിലൂടെ മാത്രമേ അവർക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% അവർ ജോബ് പ്ലേസ്മെന്റ് കോളേജിൽ നിന്ന് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും അവരവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറും. മാൾട്ടയിൽ വർക്ക് ചെയ്താൽ കരിയർ ഗ്രോത്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? തീർച്ചയായും മാൾട്ടയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നേഴ്സസ് UK ഒക്കെയാണ് അവരുടെ ഡെസ്റ്റിനേഷൻ ആയിട്ട് എടുക്കുന്ന ഒത്തിരി നേഴ്സസ് ഉണ്ട്. അപ്പോൾ മാൾട്ടയിൽ അവരൊരു 2 വർഷം, അതായത് അവർ ഈ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് RN-ആയിട്ട് 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് UK OSCE വേണ്ട അല്ലെങ്കിൽ CBT പ്രോസസ്സിങ് അതൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് UK നേഴ്സ് ആവാൻ പറ്റും. ഇനി അത് മാത്രമല്ല, അവർക്ക് ഏത് യൂറോപ്യൻ കൺട്രീസിലോട്ടുള്ള ഒരു ഓപ്പണിംഗ് കൂടിയാണ് മാൾട്ടയുടെ ഈ ഒരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. മാൾട്ടയിൽ വർക്ക് ചെയ്താൽ ഭാവിയിൽ കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് PR ഓപ്ഷൻസ് ഉണ്ടോ? മാൾട്ടയിൽ അവർ വർക്ക് ചെയ്ത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഏതൊരു യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ, USA ഇവിടെയുള്ള ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ അവർക്ക് സെലക്ഷൻ ചാൻസസ് വളരെയധികം വർദ്ധിക്കും. ഇനി PR-ന് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പക്ഷേ ഒരു ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് കിട്ടാനും അതുപോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ പോലത്തെ കൺട്രീസിലൊക്കെ പോകാനും അത് സഹായിക്കും. കാരണം മാൾട്ടയുടെ എക്സ്പീരിയൻസിന് ഒരു വാല്യൂ ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് സെലക്ഷൻ കൂടുതലായിരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മാൾട്ടയിൽ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ UK ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനായിട്ട് സാധിക്കും. മാൾട്ടയിലെ കൺവേർഷൻ പ്രോഗ്രാംസിനെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, കൺവേർഷൻ പ്രോഗ്രാം ചില നേഴ്സസിന് അവർക്ക് മാൾട്ടയിലെ ലെവൽ 5 ആയിരിക്കില്ല. അതായത് നമ്മളുടെ നാട്ടിലുള്ള ഇപ്പോൾ BSc നേഴ്സസ് ഒക്കെ ആണെങ്കിൽ അവർ ലെവൽ 5 ആയിരിക്കും. പക്ഷേ GNM നേഴ്സസ് ചിലപ്പോൾ ലെവൽ 5 എത്താത്ത ചില നേഴ്സസ് ഉണ്ടാവും. അങ്ങനെയുള്ള നേഴ്സസിനാണ് കൺവേർഷൻ പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ കൺവേർഷൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ബ്രിഡ്ജിങ് പ്രോഗ്രാമും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ലെവൽ 4 ആയിട്ടുള്ള നേഴ്സസ് ഈ ഒരു കൺവേർഷൻ പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മാൾട്ട ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിന് വേണ്ടി നഴ്സസ് എന്തൊക്കെയാണ് തയ്യാറെടുക്കേണ്ടത്? പ്രത്യേകിച്ച് വേറെ തയ്യാറെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ വേണ്ടത് അവർക്ക് IELTS അല്ലെങ്കിൽ OET സ്കോർ വേണം. IELTS ഈ പറഞ്ഞതുപോലെ ഓവറോൾ 6 വേണം. നോ ബാൻ ലെസ് ദാൻ 5.5 വേണം. അതുപോലെ തന്നെ OET ആണെങ്കിൽ സ്പീക്കിങ്ങിന് Bയും ബാക്കി എല്ലാത്തിനും C+ മതി. വേറെ അധികം തയ്യാറെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എപ്പോഴും ഈ ഒരു കോഴ്സിന് ഒരു ഇൻടേക്ക് ഉണ്ട്. അപ്പം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മാൾട്ടയിലെ ഹോസ്പിറ്റൽസ് ഇന്റർനാഷണൽ നഴ്സസിനെ ഹയർ ചെയ്യും. ഒത്തിരി നഴ്സസിനെ അവർ ആക്റ്റീവായിട്ട് ഹയർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ സ്റ്റുഡൻസിന് അവർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാനായിട്ട് പറ്റിയൊരു പ്രോഗ്രാമാണ് മാൾട്ടയുടെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. മാൾട്ട നഴ്സിംഗ് ജോബ്സിനായി എഡ്യു എന്തൊക്കെ സപ്പോർട്ടാണ് നൽകുന്നത്? എഡ്യു ഗ്രൂപ്പ് മാൾട്ടയിലോട്ട് പോകുന്ന ഓരോ നഴ്സസിനും കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിന്റെ അഡ്മിഷൻ, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ രജിസ്ട്രേഷന്റെ ബാക്കി പ്രോസസ്സ്, ഇനി പ്ലേസ്മെന്റിന്റെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം എഡ്യു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. മാൾട്ടയിൽ എങ്ങനെ ഒരു നഴ്സ് ആവും എന്നതിനെ പറ്റി ഇത്രയും സിമ്പിളും ക്രിസ്പായിട്ട് പറഞ്ഞതിനും താങ്ക് യു സോ മച്ച്.